ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിനെ കുറിച്ചാണ്. നമ്മൾ PR അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കും ഞാൻ ഇത് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. സോ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ PR ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ IELTS എഴുതി വെച്ചായിരുന്നു. എൻ്റെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ എൻ്റെ IELTS ബുക്ക് ചെയ്ത് IELTS എഴുതി. അങ്ങനെ എനിക്ക് IELTS ഓവറോൾ ഒരു 7 സ്കോർ ഉണ്ടായിരുന്നു. 6.5, 6.5 പിന്നെ 7. അപ്പം ഓവറോൾ ഒരു 7 സ്കോർ എനിക്ക് ലഭിച്ചായിരുന്നു. അത് വെച്ച് ഞാൻ എൻ്റെ PR ഫയൽ ചെയ്തപ്പം എൻ്റെ PR സ്കോർ ചെന്ന് നിന്നത് 491 ആണ്. ബട്ട് ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അപ്പുറത്ത് വിളി വരുന്നുണ്ടായിരുന്നു. കാരണം 500 അപ്പായിരുന്നു വിളി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ നാള് ഏകദേശം വിളി വരാനായിട്ട് കാത്തിരുന്നു. ബട്ട് ഡ്രോസ് ഒന്നും ആ ഒരു റേഞ്ചിൽ എത്തിപ്പെടാത്തതുകൊണ്ട് ഒരു 2 വർഷം ഏകദേശം അടുത്തുകൊണ്ടിരിക്കയിലെ എൻ്റെ IELTS എക്സ്പയർ ആവാറായി. അപ്പം വീണ്ടും അടുത്തത് എഴുതണമല്ലോ. അപ്പം സെൽപിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതും ഈക്വലി വാല്യൂ ആണ്. IELTSന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് സെൽപിപ്പ്. എന്നോട് ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്തായിരുന്നു, സെൽപിപ്പ് ഒന്ന് എഴുതി നോക്ക്, എളുപ്പമാണ് അന്നാവട്ടെ എന്നും പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തു, സെൽപിപ്പ് ബുക്ക് ചെയ്തു. അങ്ങനെ സെൽപിപ്പ് പോയി എഴുതി. സെൽപിപ്പ് എഴുതാൻ പോയപ്പം അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. റൈറ്റിംഗ് കഴിഞ്ഞു, റീഡിംഗ് കഴിഞ്ഞു, ലിസണിങ് കഴിഞ്ഞു, അങ്ങനെ അവസാനം ലാസ്റ്റ് സ്പീക്കിംഗ് വന്നു. സ്പീക്കിംഗ് വന്നപ്പോൾ ഞാൻ പെട്ടുപോയി. കാരണം നമ്മൾ സിസ്റ്റത്തെ നോക്കി സംസാരിക്കണം. അതും ടൈമറുണ്ട്, സിസ്റ്റത്തിന് ഒരു ടൈമറുണ്ട്. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ അതനുസരിച്ച് ഉത്തരം സമയത്തിനുള്ളിൽ നൽകണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അങ്ങനെ എൻ്റെ സ്പീക്കിംഗ് ആണെങ്കിൽ അട്ടർ ബ്ലണ്ടർ ആയിപ്പോയി. അവസാനം എനിക്ക് ഉറപ്പായിരുന്നു വലിയ നല്ല സ്കോറൊന്നും കിട്ടാൻ പോകുന്നില്ല, വീണ്ടും എഴുതേണ്ടി വരും. അങ്ങനെ ഒരു 10 ദിവസത്തിന് ശേഷം സ്കോർ വന്നു. അപ്പം എനിക്ക് സെൽപിപ്പിന് അത്രയ്ക്ക് നല്ല റേഞ്ച് സ്കോറൊന്നും കിട്ടിയില്ല. ഒരു ആവറേജ് 9 ആണ് എനിക്ക് കിട്ടിയത്. അത് വെച്ച് ഞാൻ എൻ്റെ PR പോർട്ടലിൽ ചേഞ്ചസ് വരുത്തി. കാരണം IELTS എക്സ്പയർ ആയി നിൽക്കുകയാണല്ലോ. അപ്പം നിലവിലുള്ളത് സെൽപിപ്പ് സ്കോറാണ്. അത് വെച്ച് എൻ്റെ PR പോർട്ടലിൽ മാറ്റങ്ങൾ വരുത്തിയപ്പം 491 എന്നുള്ള എൻ്റെ സ്കോർ നേരെ ചെന്നെത്തിയത് 463 491 ഉള്ള സ്കോർ വെച്ച് തന്നെ എനിക്ക് PR വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഡ്രോ ഒന്നും വന്നില്ല. ഇപ്പോൾ സ്കോർ നേരെ 463 ചെന്ന് കിടക്കുന്നു. അപ്പോൾ പിന്നെ എപ്പോൾ PR കിട്ടാനാന്നുള്ളൊരു ചോദ്യചിഹ്നം വന്നു. അങ്ങനെ ആകെ ഒരു പെട്ട അവസ്ഥയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം തന്നെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡൊക്കെ ഉരച്ച് IELTS ബുക്ക് ചെയ്തു. ആരും പറയുന്നത് കേൾക്കണ്ട, എനിക്ക് തോന്നുന്നത് ഏതാണോ ബെറ്റർ അത് സെലക്ട് ചെയ്യുക, പോയി എഴുതി നോക്കുക, കിട്ടുവാണെങ്കിൽ നല്ലത്. അങ്ങനെ IELTS പോയി എഴുതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതി. സ്പീക്കിംഗ് ആയാലും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി. അവർ തന്ന ടോപ്പിക് എല്ലാം നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ IELTSന്റെ സെൽപിപ്പിനെക്കാളും അത്യാവശ്യം കുറച്ച് നല്ല സ്കോർ ആയിരിക്കും ഈ പ്രാവശ്യം കിട്ടുന്നതെന്ന്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരാഴ്ചക്ക് ശേഷം സ്കോർ വന്നു. 8, 7.5, 7.5 സ്കോർ ലഭിച്ചു. അത് വെച്ച് ഞാൻ എൻ്റെ PR പോർട്ടലിൽ ചേഞ്ചസ് വരുത്തിയപ്പം എൻ്റെ സ്കോർ ചെന്നെത്തിയത് 519. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ IELTSന്റെ സ്കോർ നമ്മുടെ PR സ്കോർ കൂട്ടാനുള്ള പല ഫാക്ടേഴ്സിൽ സ്കോർ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ IELTSന്റെ സ്കോർ ചെയ്യുന്ന ഓരോ സ്കോറും PRന്റെ ഓരോ ഫാക്ടറായിട്ട് യോജിച്ച് അതനുസരിച്ച് ഓരോ ഫാക്ടറിന്റെ സ്കോർ കൂടി വരുമ്പം ഓവറോൾ PRന്റെ സ്കോറും കൂടി വരും. അങ്ങനെ 519 എത്തി. അങ്ങനെ ഞാൻ അടുത്ത വിളിക്കായിട്ട് കാത്തിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് 3-ാം ദിവസം അടുത്ത ഡ്രോ വന്നു. അങ്ങനെ എനിക്ക് അതിൽ ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ എനിക്ക് PRന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി. ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് IELTS പോയി ഇംപ്രൂവ് ചെയ്തില്ലായിരുന്നു. എനിക്ക് ചിലപ്പം ആ ഒരു സ്കോർ റേഞ്ചിൽ എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു. എനിക്ക് PR കിട്ടത്തുമില്ലായിരുന്നു. ചിലപ്പം ഇപ്പം നാട്ടിൽ തിരിച്ച് കയറി പോകേണ്ട അവസ്ഥ വന്നേനെ. ഞാൻ അന്നേരം റിസ്ക് എടുത്ത് IELTS എഴുതി സ്കോർ കൂട്ടിയെടുത്ത് അങ്ങനെ ഇൻവിറ്റേഷൻ ലഭിച്ചു. ഇപ്പോൾ ഓൾറെഡി കാനഡയിൽ PR ഫയൽ ചെയ്ത് വെച്ചേക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവരുടെ സ്കോർ കുറച്ചുകൂടെ കൂട്ടാൻ നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ ലാംഗ്വേജ് ടെസ്റ്റ് ഒന്ന് പോയി എഴുതി നോക്കുക. സ്കോർ കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ PRന്റെ സ്കോർ കൂടും. വരുന്ന വിളികളിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരാൻ സാധ്യത ഉണ്ടാവും. അപ്പം എല്ലാവർക്കും PR കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ തീർക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ബൈ.